ഹലോ എല്ലാവർക്കും മെറി ക്രിസ്മസ്. നല്ലൊരു 2023 ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ 2023 കേക്ക് ഞാൻ ഉണ്ടാക്കുകയാണ്. ഞാനൊരു 6 മുട്ട എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ വൈറ്റും യെല്ലോയും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ അറിയാമല്ലോ, ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റിയിട്ടാൽ ആ വൈറ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. യെല്ലോ അതിനകത്ത് വീഴരുത്. യെല്ലോ എന്നിട്ട് അതിനകത്തേക്ക് ഞാനൊരു 500 grams ഓഫ് ഷുഗർ പൊടിച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതാണ് ഏറ്റവും കൂടുതൽ കേക്കിൽ ബീറ്റ് ചെയ്യേണ്ടതായ സാധനങ്ങൾ, ഈ എഗ് വൈറ്റ് ആൻഡ് ഷുഗർ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പിന്നെ ബാക്കിയൊന്നും അത്രയും ബീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ യെല്ലോ സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു 300 സ്ട്രോക്സിലും വേണം, എന്നാലേ ഇത് ആകുള്ളൂ. അതിന് ശേഷം യെല്ലോ ഇന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത ശേഷം അതും കൂടെ അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. യെല്ലോ വലുതായിട്ട് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, വൈറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. യെല്ലോയും കൂടെ ഇട്ട ശേഷം ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ 500 grams ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 500 grams ഓഫ് ബട്ടറും കൂടെ ചേർക്കും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ഞാൻ ബട്ടറാണ് ചേർക്കുന്നത്. 500 grams ഓഫ് ബട്ടറും ചേർക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട്, ആ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ ബട്ടറും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത ശേഷമാണ് നമ്മളത് മറ്റേ മുട്ട മിശ്രിതത്തിലേക്ക് ഇടുന്നത്. അല്ലെങ്കിൽ അത് പൊടിയെല്ലാം കൂടെ പറന്ന് ആകെ പ്രശ്നമാകും. അതുകൊണ്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്പാച്ചില വെച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ എഗ്ഗ് മിക്സ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബട്ടർ എടുത്ത് നേരത്തെ പുറത്ത് വെച്ചിരുന്നതാണ്, അതുകൊണ്ട് അത് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ സ്പൈസസ് എല്ലാം കൂടെ പൊടിച്ചിടും. സ്പൈസസ് മീൻസ് ലൈക്ക് ജാതിക്കയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു ജാതിക്ക ഞാൻ ഇട്ടു. പിന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട, വലിയ പെരിഞ്ചീരകം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചിട്ട് ഒന്ന് തെള്ളി ഇതിനകത്തേക്ക് ചേർത്ത ശേഷം ഇതിനകത്തേക്ക് മുഴുവൻ ഫ്ലോർ ഒരുമിച്ചിടരുത്, ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് വേണം അതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യാം. ചെറുതായിട്ട് ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബീറ്റ് ചെയ്യാനേ പാടില്ല, സ്പാച്ചില വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയത്. ഇതിപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യും, വളരെ ചെറുതായിട്ട്. ഒത്തിരി ബീറ്റ് ചെയ്യാനേ പാടില്ല, മഗ്വേറ്റ് ചെയ്തപോലെ ചെയ്യാൻ പാടില്ല. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് നമ്മൾ കേക്കിൻ്റെ ഫ്ലോറ് നമ്മുടെ എഗ് മിശ്രിതത്തിലേക്കിട്ട് മിക്സ് ചെയ്തു. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം ആയിക്കോളും. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വനില എസൻസ്, ഒരു 2-3 ഡ്രോപ്സ് വനില എസൻസ് ഇടണം. അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രോൺസ് ഉണ്ട്, കറുത്ത മുന്തിരിങ്ങ ഉണ്ട്, കുരുവില്ലാത്തത്, ബ്രൗൺ മുന്തിരിങ്ങ ഉണ്ട്, പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് മുറിച്ചുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ നേരത്തെ വൈനിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് എടുത്ത് കുറച്ച് ഡേറ്റ്സും കൂടെ അരിഞ്ഞ് അതിനകത്ത് ചേർക്കും. ഡേറ്റ്സ് നേരത്തെ അരിഞ്ഞ് വെച്ചാൽ അത് ഒത്തിരി അങ്ങ് വല്ലാതെ ആയിപ്പോവും. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി ഫ്ലോർ ഇട്ടു. ഫ്ലോർ അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ മിക്സ്ചറിൻ്റെ കുറച്ചെടുത്ത് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രമേ ഈ ഹോൾ തിങ് നമ്മുടെ മറ്റേ മിക്സ്ചറിലേക്ക് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലാതെ ചെയ്താൽ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കേക്കിൻ്റെ അടിഭാഗത്തേക്ക് പോകും. കണ്ടോ, ഇത് ഞാൻ നമ്മുടെ മിക്സ് ചെയ്തിരിക്കുന്ന ബാറ്ററിയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യും. അത് താന്നു പോകാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ ചേർത്തു, കുറച്ച് ഷുഗർ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി അത് കറുത്ത് വരുമ്പോഴത്തേനും അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കാരമലൈസ് ചെയ്ത് വെക്കുക. അത് തണുക്കുന്ന സമയത്തേക്കിന് ഞാൻ ഒരു ഓറഞ്ചിൻ്റെ പീലെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തെ തൊലി മാത്രം എടുത്ത് നമ്മൾ ചുരണ്ടി എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ കാരമലൈസ് ചെയ്ത ഷുഗറിനകത്തേക്കിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്കിന് നല്ല കളറും കിട്ടും, നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ട് ഈ ഓറഞ്ചിൻ്റെ നമ്മൾ പീല് ചേർത്തുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ ഫ്ലോർ മിക്സ് ചെയ്തതിനകത്തേക്ക് ഇടുകയാണ്. ഇനി നമ്മൾ ഒരിക്കലും ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ സ്പാച്ചില കൊണ്ട് തന്നെ ഫോൾഡ് ചെയ്യണം. ഒരു സൈഡിലേക്ക് മാത്രമേ ഫോൾഡ് ചെയ്യാവുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കണം.
ഒരു സൈഡിലേക്ക് സ്പാച്ചില കൊണ്ട് ഫോൾഡ് ചെയ്ത് അത് കംപ്ലീറ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. കേട്ടോ, ഒരു സൈഡിലേക്ക് മാത്രമേ ഞാൻ ഫോൾഡ് ചെയ്യുന്നുള്ളൂ. നല്ല സ്മെല്ലാണ് കേട്ടോ, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇതിനകത്തേക്ക് ഇടുമ്പോൾ ഒരു നല്ല സ്മെല്ലാണ്. ഇപ്പം ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു മണം ഉണ്ടല്ലോ കേക്കിൻ്റെ, അത് വീട് മുഴുവൻ ഇങ്ങനെ പരക്കും. എന്ത് രസമാണെന്നറിയാമോ. അപ്പോൾ എപ്പോഴും ആ ഒരു മണം വരുമ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ഫീലിംഗാണ്. അപ്പോൾ ഞാനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് റെഡി ടു പുട്ടിട്ടുണ്ട് ഓവൻ. അപ്പോൾ ഓവനൊക്കെ ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. സാധാരണ ഞാൻ എൻ്റെ കുക്കിംഗ് റേഞ്ചെല്ലാം ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് എൻ്റെ 1 കിലോ ഫ്ലോറിൻ്റെ സാധനം വെച്ചുണ്ടാക്കുക. ഏകദേശം ഒരു 6-7 കിലോ കേക്ക് ഒറ്റയടിക്ക് ഞാൻ വലിയ ഡിഷിനകത്താണ് ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം എനിക്ക് ചെറിയ ഓവനാണ് ഇടുന്നത്. അതുകൊണ്ട് ഇത് 2 പ്രാവശ്യമായിട്ട് ചെറിയ മോൾഡിൽ ഇടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരിക്കലും ഫുള്ളാക്കരുത്. ഒരു 3/4 അല്ലെങ്കിൽ 3/4നും ഹാഫിനും ഇടയ്ക്ക് മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യാവുള്ളൂ. കാരണം ഇത് കേക്ക് പൊങ്ങി വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് ചാടും. അങ്ങനെ ഞാൻ 2 മോൾഡിനകത്തേക്കാണ് ഇതിട്ട് വെച്ചിരിക്കുന്നത്. ഒന്നൊരു മെറ്റൽ ഇതും മറ്റത് ഞാനൊരു സിലിക്കോൺ മോൾഡാണ് ഉപയോഗിക്കുന്നത്. ഈ സിലിക്കോൺ മോൾഡ് നല്ലതാണ് കേട്ടോ, എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഇതാണ്, നമുക്കത് തിരിച്ച് മറിച്ചിടാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ 2-നകത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇത് 2ആയിട്ടേ വെക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മുടെ ഓവന് പ്ലേസ് ഇല്ല. ഞാൻ ഓവൻ ഇപ്പം 180 ഡിഗ്രിയിൽ നമ്മൾ വെക്കാൻ പോകുന്നത്. 180 ഡിഗ്രി ഒരു 1 ഹവറും ഒരു കുറച്ച് മിനിറ്റ് കൂടെ വേണ്ടി വരും. നമ്മൾ നോക്കുക, നമ്മൾ ഏകദേശം 1 ഹവർ കഴിയുമ്പോൾ നമ്മൾ നോക്കണം. ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ അറിയാം. ഫോർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് വെന്തു എന്നർത്ഥം. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതാകുന്നിടം വരെ നമ്മൾ അത് നോക്കണം. ഇത് കേക്ക് അങ്ങോട്ട് ബേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനകത്തൊന്നും നല്ല മണം എത്തും. ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പം നമ്മുടെ ഓവനൊക്കെ റെഡിയായി കിടക്കുകയാണ്. അതിനകത്തേക്ക് 2 പ്രാവശ്യമായിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്, കാരണം അല്ലെങ്കിൽ അതിനകത്ത് പ്ലേസ് ഇല്ല. അതിൻ്റെ റാക്കൊക്കെ എടുത്ത് ട്രേക്കകത്തോട്ട് വെച്ചിട്ട് അതുമേ സിലിക്കൺ മോൾഡാണ് അകത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. ആദ്യം 1 ഹവർ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ കൂട്ടി വെക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അവൻ പുറത്തേക്ക് ഉണ്ടല്ലോ, സുന്ദരക്കുട്ടനായിട്ടിരിക്കുന്നു. സൈഡൊക്കെ ഇങ്ങനെ വിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടോ നമ്മുടെ കേക്കിൻ്റെ കളർ കണ്ടോ. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്യണം. പിന്നെ നമ്മൾ വൈൻ ഒഴിക്കുമ്പോൾ വൈൻ്റെയും ആ കളറ് ബ്രൗൺ കളർ ഇതിന് കിട്ടും. അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനിയും അതിനെ ഒരു ചെറുതായിട്ട് ഒത്തിരി തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ പാത്രങ്ങളിലാക്കി അടുക്കി വെച്ചാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈസിയായിട്ട് അതും ഒരു ഗ്ലാസ് വൈനും കൂടെ കൊടുത്താൽ റെസ്റ്റ് ക്രിസ്മസ് റെഡി. നല്ല സുന്ദരനായിട്ടിരിക്കുന്നുണ്ടോ. നമ്മുടെ ഫ്രൂട്ട്സൊന്നും താഴേക്ക് അധികം പോയിട്ട് എല്ലായിടത്തും ഈവനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.